ഒരു രാജ്യത്ത് ഒരുപാട് 430 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങാൻ വേണ്ടി രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, അമിറ്റി പോലെയുള്ള, അസീം പ്രേംജി പോലെയുള്ള, മണിപ്പാൽ അക്കാദമി പോലെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി മാറി നിൽക്കാൻ പറ്റില്ല. പണ്ട് എന്ത് പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് സ്വകാര്യ സർവകലാശാല വരാതിരിക്കണം എന്നിനി അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റുമോ? തീർച്ചയായും അങ്ങ് പറയുന്ന പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഭാരതത്തിൽ ഗുണപരമായിട്ടുള്ള ഒരു പരിവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായി ആ മാറ്റത്തിൽ നിന്ന് മാറി നിൽക്കാൻ കേരളത്തിന് സാധിക്കില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടതുപക്ഷത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വലിയൊരു അവരുടെ പ്രത്യയശാസ്ത്രപര ഒരു തകർച്ചയുടെ തുടക്കമായിട്ടാണ് ഈ ബില്ലിൽ ഒപ്പിടുന്നതിന് ഞങ്ങൾ കാണുന്നത്. ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, ഇതിൻ്റെ ഗുണദോഷ വശങ്ങൾ. പക്ഷേ രാഷ്ട്രീയം പറയാതെ പോകാൻ വയ്യല്ലോ. കാരണം നമുക്കറിയാമല്ലോ, ഈ കേരളത്തിൽ തന്നെ ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഏറ്റവും അധികം പോരാടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഒരു പൊതു പരിപ്രേക്ഷ്യം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വകാര്യവൽക്കരണത്തിനെതിരെയാണ്. ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെയാണ് അവരുടെ നേതാക്കന്മാരുണ്ടായിട്ടുള്ളത്. ഇവിടെ സത്യത്തിൽ TP ശ്രീനിവാസനോടല്ല ഈ പറയുന്ന ആളുകളൊന്നും മാപ്പ് പറയേണ്ടത്. സത്യത്തിൽ മാപ്പ് പറയേണ്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പുഷ്പനോടും കൂത്തുപറമ്പ് രക്തസാക്ഷികളോടാണ് സത്യത്തിൽ ഈ മാപ്പ് പറയേണ്ടത്. അതിന് ഈ ബില്ലിൽ ഒപ്പിടാൻ വേണ്ടി നിൽക്കുന്നത് ആളുകളിൽ അതിൽ തന്നെ ഈ പറയുന്ന പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ച് സ്വകാര്യവൽക്കരണത്തിനെതിരെ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നയിച്ചിട്ടുള്ള P രാജീവും ബാലഗോപാലും റിയാസും ഒക്കെ തന്നെ പ്രസാദും രാജനുമൊക്കെ തന്നെ ഇതിന് മൂകസാക്ഷികളാക്കി നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു കാലത്തിൻ്റെ കാവ്യ നീതി മാത്രമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്തും അധികാരമില്ലാത്ത സമയത്തും ഈ കേരളത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന പൊതു പരിപ്രേക്ഷ്യത്തിൻ്റെ ഒരു തുറന്ന ചർച്ചയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ആഗോളതലത്തിൽ യൂണിവേഴ്സിറ്റികൾ വരുന്നത് നമ്മൾ സ്വാഗതം ചെയ്യാതെ വയ്യ. കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിനടക്കം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരേണ്ടത്, സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരേണ്ടത് അനിവാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതു സംവിധാനം എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്ടറാണ്. അത് BJP കാരനായിരുന്നാലും ശരി, ഇനി കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി, ലീഗുകാരനായാലും ശരി, ഒരു പൊതു മനസ്ഥിതി ഉണ്ട്. ആ പൊതു മനസ്ഥിതി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുമേഖല എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറാണ്. ആ ഗവൺമെൻറ് സെക്ടറിൽ അധിഷ്ഠിതമായിട്ടാണ് കേരളത്തിനൊരു പൊതുബോധം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ പറയുന്ന റിസർവേഷൻ അടക്കമുള്ള മാനദണ്ഡങ്ങൾ, ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ 40% റിസർവേഷൻ ഞങ്ങൾ ഉറപ്പാക്കി എന്നാണ് പറയുന്നത്. ഈ 40% റിസർവേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? സർവ്വസാധാരണക്കാരനായിട്ടുള്ള അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പഠിക്കാനാണ്. ഈ സംവരണം ഏർപ്പെടുത്തിയത് കൊണ്ട് ഇവിടെ ഫീസ് ഇളവില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു പിന്നോക്കാവസ്ഥയിൽ പഠിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക്, SC വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക്, ST വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക്, ഇനി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ഇവിടെ ഫീസ് ഇളവില്ല. അപ്പം ഇവിടുത്തെ കരട് ബില്ലിനകത്ത് ആദ്യം ഇവർ വെച്ചുള്ള നിർദ്ദേശങ്ങളെ മുഴുവൻ തള്ളിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ വലിയൊരു കച്ചവട മേഖലയാക്കി മാറ്റാനുള്ള CPM-ന്റെ വലിയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതിന് അപകടമുണ്ട് സാർ, അതിന് അപകടമുണ്ട്. കാരണം ഇവിടെ സംവരണ മാനദണ്ഡങ്ങൾ ഇവിടെ അട്ടിമറിക്കപ്പെടും. പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വരേണ്യവർഗത്തിന്റെ കുത്തകയായിട്ട് മാറും. അതിനൊരു സംശയവും വേണ്ട. നമ്മൾ നേരത്തെ കേരളത്തിൽ മാത്രം ബാധകമായ കാര്യങ്ങളാണോ? മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലയുമുണ്ട്, വിദേശ സർവകലാശാലയിലുമുണ്ട്. ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്ത താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഗുജറാത്തിൽ സറേ യൂണിവേഴ്സിറ്റി, UK-യിലെ സറേ യൂണിവേഴ്സിറ്റി അടുത്ത അധ്യയന വർഷം മുതൽ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഓൾറെഡി തന്നെ ഇപ്പോൾ തന്നെ ഓസ്ട്രേലിയയിലെ ഡിക്കീൻ, അതുപോലെ തന്നെ മറ്റൊരു സർവകലാശാല, 2 ഓസ്ട്രേലിയൻ സർവകലാശാലകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സറേ യൂണിവേഴ്സിറ്റി കൂടി വരികയാണ്. ഡൽഹിയിൽ അടുത്ത വർഷം യൂണിവേഴ്സിറ്റി ഓഫ് സതാംപ്ടൺ അവരുടെ ക്യാമ്പസ് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഇതുവരെ വിദേശ സർവകലാശാലകളിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇവിടുത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്വകാര്യ മൂലധനമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ, ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ ഗിഫ്റ്റ് സിറ്റിയിൽ 4 or 5 വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് ക്യാമ്പസ് തുടങ്ങാം. അവിടെ AI ആണ് ആദ്യത്തെ പാഠ്യവിഷയമായി വരുന്നത്, ഈ സറേ യൂണിവേഴ്സിറ്റിയുടെ UK ക്യാമ്പസിൽ. അപ്പോൾ അവിടെയൊക്കെ ആവാം, ഇവിടെ പറ്റില്ല എന്നുള്ള നിലപാടെടുക്കരുത്. അങ്ങനെയല്ല സാർ, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ സ്വീകരിക്കണം. നമുക്ക് നോക്കും, കേരളത്തിന് ഇപ്പോൾ ഗുജറാത്ത് ആയിക്കോട്ടെ, ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, കേരളത്തിൻ്റെ ഒരു പൊതുവിദ്യാഭ്യാസത്തെ നമ്മൾ താരതമ്യപ്പെടുന്ന സമയത്ത് 1930-കളിൽ യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയതാണ് കേരളം. അപ്പം മനസ്സിലാക്കണം, കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലം വേറെയാണ് സാർ.
അതിന് നമ്മളൊരു പൊതുബോധം എന്ന രീതിയിൽ നമ്മളത് ആഴത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കൂ, നമ്മൾ ഒരു 20 കിലോമീറ്ററിനകത്ത് ഒരു കോളേജ് ഉണ്ട് കേരളത്തിൽ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ സാർ അത് കാണാൻ സാധിക്കില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അത്യാവശ്യം കുഴപ്പമില്ല നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളായിരുന്നു കേരളത്തിലുണ്ടായത്. പക്ഷേ ഒരു 25 വർഷം കൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ നിലവാര തകർച്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് സാർ. ആഗോളതലത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ കണക്കിനകത്ത് ഇന്ത്യ യൂണിവേഴ്സിറ്റി 27 റാങ്കിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ, അത് കേരള യൂണിവേഴ്സിറ്റിയാണ്. ആദ്യത്തെ 50 കോളേജിൽ ഒരു കോളേജ് പോലും ഇല്ല. ഇപ്പൊ ഓരോ മേഖല എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ നിലവിലുള്ള സർവകലാശാലകളെ തകർത്തതിനുള്ള ആദ്യം മുതൽ പറഞ്ഞ പൊതുബോധം എന്ന വാക്കിനെ തന്നെ എടുത്ത് ഉദാഹരിച്ചാൽ അത് തെറ്റായ ഒരു പൊതുബോധ നിർമ്മിതിയാണ്. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ വിദ്യാഭ്യാസ പേജിലെ ഒരു വാർത്ത ഞാൻ വായിക്കാം. കേരളം മുന്നിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ സർവകലാശാലകളിൽ ചേരുന്ന വിദ്യാർത്ഥികളുടെ തോതിൽ ഏറ്റവും വർധന ഉണ്ടായത് കേരളത്തിൽ. 18-23 വയസ്സിനിടെ എത്ര ശതമാനം പേർ സംസ്ഥാന സർവകലാശാലകളിൽ ചേർന്നു എന്നതാണ് താരതമ്യം. 2011-12 21.8%, 2021-22 41.3%. വിദ്യാർത്ഥികളെ ജെൻഡർ തുല്യതാ സൂചികയിലും കേരളമാണ് ഒന്നാമത്. ഇത് നീതി ആയോഗിന്റെ കണക്കാണ് കേട്ടോ. നീതി ആയോഗ് പറയുന്നത് യൂണിവേഴ്സിറ്റി എൻറോൾമെന്റിൽ, പൊതു യൂണിവേഴ്സിറ്റികളുടെ എൻറോൾമെന്റിൽ കേരളമാണ് 1ാം സ്ഥാനത്ത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ആകെ തകർന്നുപോയി, യൂണിവേഴ്സിറ്റികളെല്ലാം ഇല്ലാതായി, എല്ലാ കുട്ടികളും മൈഗ്രേറ്റ് ചെയ്യാണ്, എല്ലാവരും UK പഠിക്കുന്നത്. ഒന്നും വിചാരിക്കണ്ട, ഇന്ത്യയിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ, ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് നടക്കുന്ന യൂണിവേഴ്സിറ്റികൾ കേരളത്തിലാണുള്ളതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് പറയുന്നത്. അല്ല, തീർച്ചയായും അങ്ങ് പറഞ്ഞതിന് വാദത്തിന് ഞാൻ അംഗീകരിക്കുന്നു. വാദത്തിനല്ല, നീതി ആയോഗ് പറഞ്ഞതാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റി. പക്ഷേ ഞാൻ അല്ല സാർ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എത്ര കോഴ്സുകളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നത്? നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ നിലവാരം കൂടിയും അവരുടെ തൊഴിൽ സാധ്യത കൂടി അങ്ങ് പരിശോധിക്കണമല്ലോ. അവിടെയാണ് വിദേശ സർവകലാശാല ഇവിടെ വരുന്നത്. വിദേശ സർവകലാശാല ഇവിടെ വരുന്നത് BA കോഴ്സോ BSc കോഴ്സോ നഴ്സിംഗോ തുടങ്ങാനല്ല സാർ. ഇവിടെ വരുന്നത് എന്താണ്? അവർ 3 സെക്ടറാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന് അഗ്രികൾച്ചർ, മറ്റൊന്ന് മെഡിക്കൽ, അതോടൊപ്പം തന്നെ അവർ AI പോലുള്ള മേഖല. അല്ലാതെ ഇവിടുത്തെ സാധാരണ വിദ്യാർത്ഥികളുടെ ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകളല്ല സാർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. പൊതു സർവകലാശാലകളിലെ കോഴ്സുകൾ ശക്തിപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ മെച്ചമാക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? പുതിയ തൊഴിലധിഷ്ഠിതമോ അതല്ലാത്തതോ ആയ ന്യൂജൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന 25 യൂണിവേഴ്സിറ്റികൾ വരട്ടെ. ഇവിടെയുള്ള ആളുകൾ വേറെ സംസ്ഥാനത്ത്, ഇപ്പൊ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ പോയി AI പഠിക്കേണ്ട, തിരുവനന്തപുരത്ത് തന്നെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? ഇതൊക്കെ ഗുജറാത്തിൽ മാത്രം വരാൻ പറ്റുന്ന കാര്യമാണോ? അല്ല സാർ, കേരള യൂണിവേഴ്സിറ്റിക്കും MG യൂണിവേഴ്സിറ്റിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും ഇത് തീരുമാനമെടുത്താൽ എന്താ സാർ പ്രശ്നം? അവരുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയാൽ എന്താ പ്രശ്നം? കാലാനുസൃതമായ മാറ്റം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വരേണ്ടത്. ഞാൻ പറഞ്ഞ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ നിലവിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഘടനാപരമായിട്ടുള്ള മാറ്റം കൂടി സംസ്ഥാന സർക്കാർ അതിനും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളെയും തകർക്കാനുള്ള ശ്രമം കൂടി നമ്മൾ നിലവിലുള്ള കേരളത്തിലെ സർവകലാശാലകളെ ശക്തിപ്പെടുത്തണം എന്ന പോയിന്റിനോട് ഞാൻ യോജിക്കുകയാണ്. അത് യോജിക്കാവുന്ന ഒരു പോയിന്റുമാണ്.